ആദ്യ പ്രണയം നൃത്തത്തിനോടെന്ന് പ്രഖ്യാപിച്ച പെൺകുട്ടി എന്നാൽ 16-ാം വയസ്സിലുണ്ടായ അപകടത്തിൽ കാൽ മുറിച്ചു മാറ്റേണ്ടി വരുന്നു. ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഡാൻസർ, ആക്ട്രസ്. ആളെ നിങ്ങൾ അറിയും, സുധാ ചന്ദ്രൻ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന സുധാ മാം. ഒരു തലമുറയ്ക്ക് മുഴുവൻ ഇൻസ്പിറേഷനായി മാറിയ സുധാ ചന്ദ്രന്റെ കഥയാണ് ഇന്ന് യോർ സ്റ്റോറി പറയുന്നത്. പഠനത്തിനും നൃത്തത്തിനും അപ്പുറം കുഞ്ഞു സുധയ്ക്ക് മറ്റൊരു ലോകമുണ്ടായിരുന്നില്ല. 3-ാം വയസ്സിൽ നൃത്തം ചെയ്യാൻ തുടങ്ങിയ അവർ 8-ാം വയസ്സിലാണ് ആദ്യ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നത്. 16 വയസ്സാകുമ്പോഴേക്കും ഏകദേശം 75 സ്റ്റേജ് ഷോസിലൂടെ നൃത്തലോകത്തെ റൈസിംഗ് സ്റ്റാറായി മാറുകയായിരുന്നു സുധ. പക്ഷേ ആരെയും തകർത്തു കളയുന്ന ഒരു അപകടമായിരുന്നു സുധയെ കാത്തിരുന്നത്. 16-ാം പിറന്നാൾ ആഘോഷിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സുധയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച വാഹനാപകടം ഉണ്ടാകുന്നത്. ആക്സിഡന്റിൽ സുധയുടെ വലതുകാലിന് ഗുരുതരമായ ഒടിവുകളും പരിക്കുകളും ഉണ്ടായി. ചികിത്സാ പിഴവ് മൂലം കാൽ ഇൻഫെക്റ്റഡായി. അണുബാധ പടരാതിരിക്കാൻ വലത് കാൽമുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റുകയല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. മറ്റൊന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരാകെ തകർന്നു പോയിരുന്നു. നൃത്തലോകത്ത് ഇനിയും തനിക്ക് നേടിയെടുക്കണമെന്ന് കരുതിയ സുധയുടെ ഒരു കൂട്ടം സ്വപ്നങ്ങളെ കൂടെയാണ് ആ അപകടം തകർത്ത് കളഞ്ഞത്. അധികം വൈകാതെ തന്നെ നെഗറ്റീവ് തോട്ട്സ്, ആൻസൈറ്റി, സാഡ്നെസ് ഇവരെല്ലാം കൂട്ടുവന്നു. പക്ഷേ പിന്മാറാൻ സുധ തയ്യാറായിരുന്നില്ല. ജയ്പൂർ ഫുട്ട് എന്ന കൃത്രിമ കാലുകളുടെ സഹായത്തോടെ അവർ വീണ്ടും പിച്ച് വെക്കാൻ തുടങ്ങി. ഏകദേശം 4 മാസമെടുത്ത് നന്നായി നടക്കാൻ പഠിച്ച ശേഷം സ്വപ്നങ്ങൾക്ക് പിന്നാലെ അടങ്ങാത്ത കൊതിയോടെ യാത്ര തുടർന്നു. പക്ഷെ ഷീ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ഓരോ ചുവടും ആദ്യം മുതൽ പഠിക്കേണ്ടി വന്നു. പലപ്പോഴും കാലിൽ നിന്ന് രക്തം വരുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഷീ നെവർ ഗേവ് അപ്പ്. ഇന്നൊരു പക്ഷേ ഒരു കാലില്ലാതെയാണ് അവർ നൃത്തം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പോലും കാണികൾ ബുദ്ധിമുട്ടിയേക്കാം. ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഭരതനാട്യം നർത്തകിയും അഭിനേത്രിയുമാണ് സുധാ ചന്ദ്രൻ. രാജ്യത്തിനകത്തും പുറത്തും നിരവധി പരിപാടികൾ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഹിന്ദി, തമിഴ്, മലയാളം, തെലുഗു, ഗുജറാത്തി, കന്നഡ തുടങ്ങിയ വിവിധ ഭാഷകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. പല റിയാലിറ്റി ഷോകളുടെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗവുമാണ് സുധ. ഒരുപക്ഷെ മലയാളി ആയിരുന്നിട്ട് പോലും സുധയെ നമ്മൾ പലരും കണ്ടുമുട്ടിയത് അവിടെ വെച്ച് തന്നെയായിരിക്കും. സുധയുടെ ലൈഫ് ബേസ് ചെയ്ത് നിർമ്മിച്ച മയൂരി എന്ന ചിത്രം ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. അവരുടെ ആദ്യ ചിത്രവും അതായിരുന്നു. കഥയുടെ ഏറ്റവും മനോഹരമായ ഭാഗം ഇതാണ്. ഇന്ന് കുട്ടികൾ പാഠപുസ്തകത്തിൽ പഠിച്ചു വളരുന്ന കഥകളുടെ കൂട്ടത്തിൽ സുധയുടെ അതിജീവനത്തിന്റെ കഥയുമുണ്ട്. അങ്ങനെ കാലങ്ങളോളം ഒരു പ്രചോദനമായി ഇനിയും ഈ കഥ സഞ്ചരിക്കും. മുറിച്ചു മാറ്റപ്പെട്ട കാലുകളുമായി തന്റെ സ്വപ്നം നേടിയെടുത്തുവെന്ന് ലോകം മുഴുവൻ അറിയിക്കാൻ അവർ തയ്യാറായിരുന്നു. സമാന സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് പ്രചോദനമാണ് സുധയുടെ ഈ കഥ. യാത്രാമധ്യേ പലയിടങ്ങളിലും പല വേഷങ്ങളും മാറി അണിഞ്ഞെങ്കിലും എല്ലാത്തിനും മുകളിലായി നൃത്തത്തോടുള്ള അടങ്ങാത്ത ആവേശം ഇന്നും സുധയുടെ ഉള്ളിലുണ്ട്. That was Sudha's story of inspiration, courage and strength. I'll see you again with your story.